പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിന്നർ റെസിപ്പിയുമായിട്ടാണ്. ഡിന്നറായിട്ട് മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. ഈവനിങ് ടു നൈറ്റ് വ്ളോഗായിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പൊ ഇവിടെ സമയം ഒരു 5-5:15 ആയിട്ടുണ്ട്. തുണിയൊക്കെ അലക്കി വെച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കഴുകി കളയുവാണ്. ഞാനിങ്ങനെ റെഗുലറായിട്ട് ഫേസ് പാക്ക് ഒന്നും ഇടുന്ന ആളല്ലായിരുന്നു. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ അതിനൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ല. മടിയൊന്നുമല്ല, പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഈയിടെയായിട്ട് എൻ്റെ മുഖത്ത് ഒരുപാട് കുരുക്കളോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുതിയ വർഷത്തിൽ ഞാൻ വിചാരിച്ചു ഇനിയും തൊട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഫേസ് പാക്ക് ഒക്കെ ഇടണം. അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ടല്ല, എന്നാലും ചെയ്യുന്നുണ്ട്. കുളിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഫേസ് പാക്ക് ഒക്കെ ഇടുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ആണെങ്കിൽ ഷൂട്ടൊക്കെ ചെയ്യുന്നതിന്റെ സൗകര്യത്തിന് വേണ്ടി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഫേസ് പാക്ക് ഇട്ടത്. അതുകൊണ്ടാണ് കഴുത്തിലും ഒന്നും ഇടാഞ്ഞത്. ഇനി മുടിയൊക്കെ ഒന്ന് കോതിയിട്ടിട്ട് തുണി വിരിച്ചിടാനായിട്ട് ഇറങ്ങണം. എന്നും ഞാൻ തുണി അലക്കാറില്ല, അതിന് മാത്രമുള്ള തുണി ഉണ്ടാവാറില്ല. ഹസ്ബൻഡിന്റെ ഡ്രസ്സൊക്കെ ഹോട്ടലിൽ തന്നെയാണ് അലക്കുന്നത്. അതുപോലെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ബ്ലാങ്കറ്റ് അങ്ങനെയുള്ളതെല്ലാം ഹോട്ടലിൽ നിന്ന് അലക്കി കിട്ടും. പിന്നെ എന്റെയും കുട്ടികളുടെയും ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അതെന്നും അലക്കാനുള്ളത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-3 ദിവസം കൂടുമ്പോഴേ തുണി അലക്കി ഇടാറുള്ളൂ. അപ്പൊ വെയിലൊന്ന് കുറഞ്ഞിട്ട് വൈകുന്നേരങ്ങളിലാണ് ഞാൻ തുണി അലക്കി ഇടുന്നത്. അപ്പൊ പിറ്റേ ദിവസം ഉച്ചയ്ക്കത്തൂടെ വെയിലൂടെ ഒക്കെ കൊണ്ടു കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പൊ ഞാൻ റെഡി ആയി വന്നിട്ടുണ്ട്. എന്നെക്കാളും മുമ്പേ പുറത്ത് ചാടാൻ വേണ്ടി പിള്ളേർ റെഡി ആയിട്ട് നിൽക്കുവാണ്. കതക് തുറന്നപ്പോഴേ അവര് കണ്ടില്ല, ഇറങ്ങി ഓടി. വീടിന്റെ പുറകുവശത്തായിട്ട് ഒരു ചെറിയ അയയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇങ്ങനെ വെയിലും കൊണ്ട് തുണി ഉണങ്ങുന്നതാണല്ലോ നല്ലത്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നല്ല കാറ്റുണ്ട്. അത്രയും ശക്തമായിട്ടില്ലെന്നേ ഉള്ളൂ, എന്നാലും കാറ്റുണ്ട്. തുണിയൊന്നും വിരിച്ചിടാൻ പോലും പറ്റാത്ത പോലെ കാറ്റുണ്ട്. പിന്നെ ക്ലിപ്പൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കുത്തിയിട്ടാണ് ഇട്ടേക്കുന്നത്. ചിലപ്പോൾ ഈ തുണിയൊക്കെ പറന്നു പോവേ. ഇപ്പൊ തുണിയൊക്കെ വിരിച്ചിട്ട് കയറി വന്നു. ഞാൻ നേരത്തെ തന്നെ ചായ അനത്തി വെച്ചിരുന്നു, പക്ഷെ അത് കൊടുത്തിട്ടില്ലായിരുന്നു. കുളിക്കാനൊക്കെ പോയപ്പോൾ അതങ്ങ് വിട്ടുപോയി. വീണ്ടും ചായയൊക്കെ ചൂടാക്കി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൂടെ പൊട്ടിച്ച് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ചേട്ടനിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്യുവാണ്. ചേട്ടനാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പാചകം ചെയ്യുന്നു, വോയിസ് ഓവർ ചെയ്യുന്നു, ആ പരിപാടി മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡാണ് വീഡിയോ എഡിറ്റിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ചായയൊക്കെ കൊടുത്തു. തൽക്കാലം അവരുടെ വിശപ്പൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ റെസിപ്പിയിലോട്ട് പോവാണ്. ഇന്നിപ്പോൾ ഞാൻ ഡിന്നറിന് ഉണ്ടാക്കുന്നത് നെയ്പത്തൽ എന്ന് പറയുന്ന മലബാർ വിഭവമാണ്. കോഴിക്കോട്ടുകാർക്ക് ഇതില്ലാതൊരു ആഘോഷമില്ല. പൊരിച്ച പത്തിരി എന്ന് പറയുന്നവരുണ്ട്, പിന്നെ എണ്ണപ്പത്തിരി, വെളിച്ചെണ്ണപ്പത്തിരി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് അരിപ്പൊടിയാണ്. പുട്ടുപൊടിയാണ് എടുക്കേണ്ടത്. തരിയുള്ള പൊടിയാണ് പത്തിരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. ചൂടുവെള്ളമല്ല, നല്ല തിളച്ചിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടിയെല്ലാം ഒന്ന് മിക്സ് ആയി വരുന്ന അത്രയും വെള്ളം മതി. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളവും പിന്നെ അതിൻ്റെ കൂടെ 1-2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ടുള്ളൂ. കിട്ടുന്ന അരിപ്പൊടിയുടെ അനുസരിച്ച് ചേർക്കുന്ന വെള്ളത്തിൽ വ്യത്യാസം വരും. പൊടിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി വരുന്ന പോലെ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 10 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ചൂട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ കൂട്ടാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, ഇതിലേക്ക് 3 ചുവന്നുള്ളി, 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ്. ഈ തേങ്ങാക്കൂട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം.
തേങ്ങ ഒന്ന് ചതച്ചെടുത്താൽ മതി, ഒരുപാട് അരയൊന്നും വേണ്ട. ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതൊരു ബോൾ പോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ അടുപ്പത്ത് എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ഒരു വലിപ്പം മതിയാവേ. ഞാനിവിടെ ഇപ്പോൾ ഇത് പരത്തി എടുക്കുന്നത് ഒരു അലൂമിനിയം പേപ്പറിലാണ്. അലൂമിനിയം ഫോയിലിൽ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒന്ന് തേച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു മഗ് വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത്. എന്നിട്ട് ഇത് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് അമർത്തി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ടി തീരുമാനിക്കാവുന്നതാണ്. എണ്ണയ്ക്ക് നല്ല ചൂട് വേണം ഈ പത്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത്. എന്നാൽ മാത്രമേ നന്നായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പത്തിരി എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതൊന്ന് പൊങ്ങി വരും. ആ സമയത്ത് ഫ്ലെയിം കുറയ്ക്കണം, മീഡിയം ഫ്ലെയിമിലേക്ക് കുറയ്ക്കണം. എന്നിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇതിന്റെ പുറംവശം പെട്ടെന്ന് മൊരിഞ്ഞു വരും, ഉള്ളു വേവത്തില്ല. അരിപ്പൊടിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് എടുത്തറിയും. ഒരു സമയം 3-4 പത്തിരി കൂടുതൽ ഒരുമിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ കുറച്ചെണ്ണം വെച്ച് ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നത്. അല്ലെ അതുപോലെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ആദ്യത്തെ പത്തിരി ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആയി വരുമ്പോൾ നമുക്ക് കോരി എടുക്കാവുന്നതാണ്. ബാക്കി പത്തിരി ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാൻ റെസിപ്പി ഒരുപാട് അങ്ങ് കാണിക്കാത്തതിന്റെ കാര്യം അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ എങ്ങനെ ചെയ്യേണ്ടത്. നമ്മളിത് വ്ളോഗിന്റെ രീതി ചെയ്യുമ്പോൾ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര ബോറാവും. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നത് കാണിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ബീഫ് കറിയാണ്. ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടിയിട്ടാണ് ബീഫ് കറി വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാവരും ഗ്രേവിയുടെ ആൾക്കാരാണ്. അതിപ്പം മീൻ കറി ആയാലും വെജിറ്റബിൾ കറി ആയാലും എല്ലാം ഗ്രേവിയാണ് എല്ലാവർക്കും വേണ്ടത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രേവി കൂട്ടിയിട്ടാണ് എല്ലാ കറികളും വെക്കുന്നത്. പിന്നെ റെസിപ്പിക്കൊക്കെ ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഗ്രേവിയൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ എല്ലാം ഇച്ചിരി ഗ്രേവി കൂട്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഇതേ കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഉണ്ണിക്കുട്ടനും മണിക്കുട്ടിക്കും എല്ലാം കഴിക്കാൻ കൊടുത്തു. ഉണ്ണിക്കുട്ടിന് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അവനതൊരു സ്നാക്ക് പോലെ ഇങ്ങനെ കടിച്ചു കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മണിക്കുട്ടിക്കാണേലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ ഒന്നും സ്ഥലത്ത് ഇങ്ങനെ ഈ പത്തിരി ഉണ്ടാക്കുന്ന ഒരു പതിവില്ല. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ പത്തിരിയൊക്കെ കഴിക്കുന്നത്. ഞങ്ങളുടെ ഒന്നും ഇവിടെ ഹോട്ടലുകളിൽ പോലും പത്തിരി അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കൂട്ടുകാരൊക്കെ മലബാർ സൈഡിൽ നിന്നൊക്കെ ഉള്ളവരല്ലേ, അവരൊക്കെ വീട്ടിൽ വിളിക്കുന്ന സമയത്ത് ഇതുപോലെ പത്തിരിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മലബാറുകാർക്കൊക്കെ ഇതില്ലാതൊരു ആഘോഷം ഇല്ലല്ലോ. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരുന്നത്. തിളച്ച വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ട് വാട്ടി കുഴച്ചെടുക്കുന്ന രീതിയുമുണ്ട്. അത് കൃത്യമായിട്ട് വെള്ളത്തിന്റെ അളവും പൊടിയുടെ അളവും എല്ലാം കൃത്യമായിട്ട് അറിയുന്നവരാണെങ്കിൽ ആ രീതി ചെയ്യാവും. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം ഇതുപോലെ പൊടിയിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കുമേ. കുട്ടികൾക്കും ഡിന്നറൊക്കെ കൊടുത്തു, ഞങ്ങളും കഴിച്ചു. ഇനി ഇതേ അടുക്കള ക്ലീനിങ്ങിലേക്ക് കയറിയിരിക്കുകയാണ്. പാത്രമൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കുക്ക് ചെയ്ത ഭാഗങ്ങളോടൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. സിങ്കും ഒക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അടുക്കളയൊക്കെ വൃത്തിയാക്കിയിട്ട് കിടക്കുവാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ജോലിയൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. ഞാൻ രാത്രി തന്നെ പാത്രം എല്ലാം കഴുകി വെച്ചിട്ടേ കിടക്കാറുള്ളൂ. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ജോലി ചെയ്യാനേ തോന്നത്തില്ല. ഒന്നാമത് ഇവിടെ അടുക്കള എൻ്റെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം അപ്പോൾ അങ്ങ് ക്ലിയർ ചെയ്ത് പോകും. ഇത് കഴുകിയ പാത്രങ്ങളെല്ലാം ഞാൻ ഡൈനിങ് ടേബിളിലാണ് നിരത്തി വെച്ചിരിക്കുന്നത്. ഇപ്പം ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നിരത്തി വെക്കുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം എല്ലാം പോയിട്ടുണ്ടാവും. ഞാനപ്പം പാത്രം ആ കറക്റ്റ് സ്ഥലത്ത് എടുത്ത് വെക്കും. എന്നിട്ട് ഡൈനിങ് ടേബിൾ എല്ലാം തുടച്ചതിന് ശേഷമേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ ആ പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്ക് ബെഡ്റൂം മണിക്കുട്ടിയും ചേട്ടനോട് കൂടി ബെഡെല്ലാം വിരിച്ചിട്ടിട്ടുണ്ട്. അതൊരു വലിയ ഹെൽപ്പാണ്. എല്ലാ വീടുകളിലും അങ്ങനെ ചെയ്യത്തില്ലായിരിക്കും, പക്ഷേ ഇവിടെ ചേട്ടൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. ഈ ബെഡ് വിരിച്ചെടുക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടാണ്.
ബെഡ്ഷീറ്റ് വെറുതെ ഇങ്ങനെ കൊടിഞ്ഞ് വിരിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. പക്ഷേ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാവുമ്പോഴത്തേക്ക് ഇവർ കയറി 2 ചാട്ടം ചാടി കഴിയുമ്പോഴത്തേക്ക് ഷീറ്റൊക്കെ പല വഴിക്ക് പോകും. പിന്നെ നമ്മൾ വിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ ഷീറ്റൊക്കെ ഒന്ന് ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുള്ള രീതിയിലാണ് വിരിച്ചെടുക്കുന്നത്. അപ്പം ഇത് പാടാണ് എനിക്ക് വിരിച്ചെടുക്കാനായിട്ട്. അപ്പം ചേട്ടൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമൊക്കെ ഓക്കെ ആയി. പിന്നെ രാത്രിയിൽ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് വെള്ളം ചോദിക്കുന്ന സ്വഭാവമുണ്ട്. പിള്ളേർക്ക് 2 പേർക്കും ഉണ്ട്. ചില സമയങ്ങളിലേ ഉള്ളൂ. പിന്നെ ചേട്ടനും രാത്രിയിൽ വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ 1-2 ബോട്ടിൽ വെള്ളം എപ്പോഴും ആണെങ്കിൽ റൂമിൽ വെച്ചിട്ടാണ് കിടക്കുന്നത്. ഇപ്പം രാത്രിയിൽ കിടക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി ഉറങ്ങാനായിട്ട് പോവാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരങ്ങളിലെ വിശേഷങ്ങൾ. ഇനി അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന നെയ്പ്പത്തിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആരെങ്കിലുമൊക്കെ കഴിക്കാത്തവരും കാണും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കുക. അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സ്നാക്കായിട്ടും കഴിക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 4 മണിക്ക് വേണേലും ഉണ്ടാക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡിന്നറിന് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കൂടെ പറയണം. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം.